എൻ പ്രശാന്ത് IAS അദ്ദേഹത്തിന്റെ സിവിൽ സർവീസ് ശത്രുക്കൾക്കും ചീഫ് സെക്രട്ടറിക്കും സർക്കാരിനുമെതിരായ ഫേസ്ബുക്ക് പോരാട്ടം തുടരുകയാണ്. ഹിയറിംഗ് ലൈവ് സ്ട്രീമിംഗ് നടത്തണമെന്നായിരുന്നു കഴിഞ്ഞ വാരം അദ്ദേഹത്തിന്റെ ആവശ്യം. അത് തള്ളിയപ്പോൾ ഇന്ന് ചീഫ് സെക്രട്ടറിക്ക് മുമ്പാകെ നടന്ന ഹിയറിംഗിന്റെ തത്സമയ വിവരണം അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റാക്കി. സാമൂഹ്യ സമ്മർദ്ദം സമാഹരിച്ച് സർക്കാരിനെ കൊണ്ട് അനുകൂല തീരുമാനം എടുപ്പിക്കാനാണ് പ്രശാന്തിന്റെ ഈ കടുംവെട്ട്. അതിന് സർക്കാർ വഴങ്ങുമോ എന്ന് കാത്തിരിക്കാം. ആദ്യം കാണാം RDX റാപ്പ് 59 സെക്കൻഡിൽ. അഡീഷണൽ ചീഫ് സെക്രട്ടറി A. ജയതിലകനെതിരെയും K. ഗോപാലകൃഷ്ണനെതിരെയും കേസെടുക്കണമെന്നാവർത്തിച്ചാണ് എൻ പ്രശാന്ത് IASന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അച്ചടക്ക നടപടിയുടെ ഭാഗമായി ചീഫ് സെക്രട്ടറി നടത്തിയ ഹിയറിംഗിൽ എൻ പ്രശാന്ത് IAS ഇന്നലെയാണ് ഹാജരായത്. രേഖാമൂലമുള്ള വിവരങ്ങളുമായാണ് പ്രശാന്ത് ഹിയറിംഗിനെത്തിയത്. തനിക്കെതിരെ ഗൂഢാലോചന നടന്നെന്നും തെളിവ് നശിപ്പിക്കപ്പെട്ടെന്നും ചീഫ് സെക്രട്ടറിക്ക് മുന്നിൽ വിശദീകരണം നൽകിയ ശേഷം എൻ പ്രശാന്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റുമായി എൻ പ്രശാന്ത് എത്തിയത്. ഹിയറിംഗിൽ ഉന്നയിച്ച ആവശ്യങ്ങൾ വിശദമാക്കുന്നതാണ് പോസ്റ്റ്. അകാരണമായി തടഞ്ഞുവെച്ച പ്രമോഷൻ ഉടൻ നൽകണമെന്നും കുറിപ്പിൽ ആവശ്യപ്പെടുന്നു. ചട്ടങ്ങളും നിയമങ്ങളും സർക്കാരിന് ബാധകമാണ്. അതിന് വിപരീതമായി പ്രവർത്തിച്ചിട്ട് എന്നാ താൻ പോയി കേസ് കൊടു എന്ന് പറയുന്നത് നീതിയുക്തമായ ഭരണ സംവിധാനത്തിന് ഭൂഷണമല്ല. ഞാനിതുവരെ സർക്കാരിനെതിരെ ഒരു കേസും കൊടുത്തിട്ടില്ല. അതിന് ദയവായി സാഹചര്യം ഒരുക്കരുതെന്നും പ്രശാന്ത് ഫേസ്ബുക്കിൽ കുറിച്ചു. ഹിയറിംഗിൽ പ്രശാന്ത് ഉന്നയിച്ച ആവശ്യങ്ങൾ റിപ്പോർട്ടായി ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് കൈമാറും. മുഖ്യമന്ത്രിയാകും ഇതിൽ തുടർ നടപടി സ്വീകരിക്കുക. RDX റാപ്പ് ന്യൂസ് മലയാളം. നമുക്ക് വേഗത്തിൽ പരിശോധിക്കാം. കണ്ണൂർ തലശ്ശേരി സ്വദേശിയാണ് എൻ പ്രശാന്ത്. 1986 എൻ പ്രശാന്ത് ജനിച്ചത്. തിരുവനന്തപുരം ലയോള സ്കൂൾ, ലോ കോളേജ് എന്നിവിടങ്ങളിൽ പഠനം. 2007 ബാച്ച് IAS ഉദ്യോഗസ്ഥനായി. 2015 കോഴിക്കോട്ടെ ജില്ലാ കളക്ടറുമായി. കളക്ടർ ബ്രോ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. കോഴിക്കോട് കളക്ടറായ കാലത്ത് നടത്തിയ ജനകീയ പദ്ധതികൾക്ക് സ്വീകാര്യത ലഭിച്ചു. അതാണ് ഈ കളക്ടർ ബ്രോ എന്ന വിളിപ്പേര് ലഭിക്കാനുള്ള കാരണം. സമൂഹ മാധ്യമങ്ങളിൽ തുടർച്ചയായ ഇടപെടലുകൾ നടത്തുന്നു, ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തുന്നു. അതിലൂടെ ഒരു ആരാധക വൃന്ദത്തെ അദ്ദേഹം സൃഷ്ടിച്ചെടുത്തിരിക്കുന്നു. തള്ളൽ ഓഫ് സിവിൽ സർവന്റ് എന്ന നിലയ്ക്ക് കോഴിക്കോട് കളക്ടറായിരുന്ന കാലത്തെ പുസ്തകം അദ്ദേഹം എഴുതി. കളക്ടർ ബോധ ക്വിക്സോട്ടിക് തള്ളൽസ് ഓഫ് എ സിവിൽ സർവന്റ് എന്ന നിലയ്ക്കാണ് അദ്ദേഹം ആ പുസ്തകം അവതരിപ്പിച്ചത്. ഇനി പ്രശ്നം തുടങ്ങിയ കാലം നമുക്ക് പരിശോധിക്കാം. പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായി നിയമനം നേടി. ഇപ്പോഴത്തെ വിവാദങ്ങളുടെ തുടക്കം ആ കാലത്തെ പ്രവർത്തനത്തെ ചൊല്ലിയാണ്. ജയതിലക് IASുമായും പ്രശാന്തുമായും നിരന്തരം ഏറ്റുമുട്ടലുകൾ ആ നിലയ്ക്ക് ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഡീഷണൽ ചീഫ് സെക്രട്ടറി A. ജയതിലക് പ്രശാന്തിനെതിരെ റിപ്പോർട്ട് സമർപ്പിച്ചു. SC/ST സ്പെഷ്യൽ സെക്രട്ടറി ആയിരുന്ന കാലത്ത് ഗുരുതര വീഴ്ചകൾ വരുത്തി എന്നായിരുന്നു ആ റിപ്പോർട്ട്. ഉന്നതി CEO ആയിരുന്ന എൻ പ്രശാന്ത് ചട്ടവിരുദ്ധമായി പെരുമാറിയെന്നും അവധിയെടുത്തതിൽ പ്രശാന്ത് കൃത്രിമത്വം കാണിച്ചു എന്നുമാണ് ജയതിലകിന്റെ ആരോപണമായി വന്നത്, ഈ റിപ്പോർട്ടായി വന്നത്. പിന്നീട് അങ്ങോട്ട് ഇപ്പോൾ കാണുന്ന IAS ചേരിപ്പോര് ആരംഭിച്ചിരിക്കുന്നു. ജയതിലകിനെ അധിക്ഷേപിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട പ്രശാന്ത് ജയതിലകിന്റെ ചിത്രം ഫേസ്ബുക്ക് പോസ്റ്റിൽ മാടമ്പള്ളിയിലെ യഥാർത്ഥ മനോരോഗി എന്ന അടിക്കുറിപ്പോടെ പങ്കുവയ്ക്കുകയും ചെയ്തു. ജയതിലകൻ നിരവധി ഉദ്യോഗസ്ഥരുടെ ജീവിതം നശിപ്പിച്ചു എന്നാണ് പ്രശാന്ത് ആരോപിച്ചത്. തനിക്കെതിരായ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകി എന്നുള്ള ആരോപണം കൂടി പ്രശാന്ത് ഉന്നയിക്കുന്നു. മാധ്യമ സ്ഥാപനമായ മാതൃഭൂമിയോട് ഏറ്റുമുട്ടി എൻ പ്രശാന്ത് രംഗത്ത് വന്നു. പ്രശാന്തിനെതിരായ ജയതിലക് റിപ്പോർട്ട് ആദ്യം വാർത്തയാക്കിയത് മാതൃഭൂമി പത്രമായിരുന്നു. പട്ടികജാതി വകുപ്പിൽ ഫയലുകൾ കാണാനില്ലെന്ന് മാതൃഭൂമി വാർത്ത കൊടുത്തു. കുട്ടികൾ മാതൃഭൂമി വായിച്ചാൽ പിഴച്ചു പോകുമെന്ന് എൻ പ്രശാന്ത് പിന്നീട് എഴുതി. മാതൃഭൂമി റിപ്പോർട്ടറെ അപമാനിച്ചതിൽ പ്രശാന്തിനെതിരെ 2021 കേസെടുക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. പ്രതികരണം തേടിയ മാധ്യമ പ്രവർത്തകയ്ക്ക് ഒരു അശ്ലീല സ്റ്റിക്കർ അയച്ചെന്ന പരാതിയും പ്രശാന്തിനെതിരെ ഉയർന്നിരുന്നു. ജയതിലകിനെതിരായ പരസ്യ അധിക്ഷേപത്തിൽ പ്രശാന്തിനെതിരെ നടപടി ഉണ്ടായി. നവംബറിൽ സസ്പെൻഷൻ ഉണ്ടായി. സസ്പെൻഷൻ ശുപാർശ ചെയ്ത് ചീഫ് സെക്രട്ടറിക്ക് മുഖ്യമന്ത്രി കത്തയച്ചു. സർക്കാർ ഉത്തരവിറങ്ങി. നവംബർ 11 എൻ പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്ത് സർക്കാർ ഉത്തരവിറങ്ങി. സസ്പെൻഷനിലാകുമ്പോൾ കൃഷി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ആയിരുന്നു എൻ പ്രശാന്ത്. തൻ്റെ ഭാഗം കേൾക്കാതെയുള്ള സസ്പെൻഷൻ ഏകപക്ഷീയമാണ് എന്ന് പ്രശാന്ത് പറഞ്ഞു. പിന്നീട് വെല്ലുവിളിയും പ്രതികരണവുമായി തുടർച്ചയായി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ വന്നു. എൻ പ്രശാന്തിന് കാരണം കാണിക്കൽ നോട്ടീസ് പിന്നീട് നൽകി. ചീഫ് സെക്രട്ടറി വിശദീകരണ കുറിപ്പിൽ മറുചോദ്യങ്ങൾ ഉന്നയിച്ച് എൻ പ്രശാന്ത് പിന്നീട് രംഗത്ത് വന്നു. തന്നെ കേൾക്കണമെന്നാവശ്യപ്പെട്ട് ഫെബ്രുവരി 10 ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകുന്ന സാഹചര്യമുണ്ടായി. IAS ചേരിപ്പോരിൽ ഇടപെട്ട് പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ രംഗത്തെത്തി. ഏപ്രിൽ 4 ഹിയറിംഗിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറിയുടെ കത്ത് ലഭിക്കുന്നു. പ്രശാന്തിന് ഹിയറിംഗിൽ സുതാര്യത വേണമെന്നാവശ്യപ്പെട്ട് എൻ പ്രശാന്ത് പിന്നീട് രംഗത്തെത്തുന്നു. ചീഫ് സെക്രട്ടറിക്ക് വക്കീൽ നോട്ടീസ് അയച്ച് എൻ പ്രശാന്ത് പിന്നീട് രംഗത്തെത്തി.
ഹിയറിംഗിൽ ഓഡിയോ വീഡിയോ സ്ട്രീമിംഗ് വേണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചത്. ഹിയറിംഗ് നോട്ടീസ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് പ്രശാന്ത് ലൈവ് സ്ട്രീമിംഗോ റെക്കോർഡിംഗോ അനുവദിക്കില്ല എന്ന നിലപാട് സർക്കാർ പിന്നീട് എടുക്കുകയും ചെയ്തു. ചീഫ് സെക്രട്ടറി മലക്കം പറഞ്ഞു എന്നാണ് പിന്നീട് പ്രശാന്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത്. 7 രാത്രികൾ കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ മാറിമറിഞ്ഞു. ആദ്യം ലൈവ് സ്ട്രീമിംഗ് അനുവദിച്ചെങ്കിലും പിന്നീട് പിൻവലിച്ചെന്ന് ഫേസ്ബുക്കിൽ പ്രശാന്ത് എഴുതി. സുപ്രീം കോടതിയേക്കാൾ പവർ ചീഫ് സെക്രട്ടറിക്കാണെന്നുള്ള പരിഹാസവും പിന്നീട് പ്രശാന്ത് നടത്തുകയുണ്ടായി. വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റുമായി പ്രശാന്ത് രംഗത്തെത്തി. 6 മാസത്തിൽ തീർപ്പാക്കാവുന്ന ഫയൽ 3 വർഷം പൂഴ്ത്തിവെച്ചു എന്നതായിരുന്നു ആരോപണം. 2022 മുതൽ തടഞ്ഞുവെച്ച പ്രമോഷൻ ഉടൻ നൽകണം എന്നും ആവശ്യപ്പെട്ടു. ഡോക്ടർ ജയതിലക്, കെ ഗോപാലകൃഷ്ണൻ, മാതൃഭൂമി എന്നിവർക്കെതിരെ കേസെടുക്കണം. ക്രിമിനൽ ഗൂഢാലോചന, വ്യാജരേഖ സൃഷ്ടിക്കൽ, സർക്കാർ രേഖയിൽ കൃത്രിമം കാണിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തണമെന്നുള്ള ആവശ്യവും ഉന്നയിച്ചു. സർക്കാർ സംവിധാനങ്ങൾക്ക് പുറത്ത് ശ്വാസം മുട്ടാൻ താൻ ഗോപാലകൃഷ്ണൻ അല്ല എന്നുള്ള നിലപാട് കൂടി പ്രശാന്ത് പ്രഖ്യാപിക്കുന്നു. സനീഷ്, എങ്ങനെയാണ് ഇദ്ദേഹം വിവാദം എന്ന് സ്വാഭാവികമായിട്ടും വിവാദമാവുന്ന തരത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ വരാറുണ്ട്. ഒരു ഔട്ട്സ്പോക്കൺ ഓഫീസർ എന്ന നിലയ്ക്ക് തന്നെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. എന്നാൽ അതേസമയം അദ്ദേഹത്തിന് മികച്ച ജനപിന്തുണയുമുണ്ട്. ഇപ്പോൾ അദ്ദേഹം ഒരു അനീതി നേരിടുന്നു എന്ന തോന്നലില്ലേ? അതായത് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് പോവുകയാണ് എന്ന തരത്തിൽ അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേയേറെ ചർച്ചയുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വലിയ ഫാൻ ഫോളോയിങ് ഉണ്ട്. ഇപ്പോൾ ഇത്രയും വലിയ വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴും പ്രശാന്തിന് ആളുകൾക്കിടയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ഫാൻ ഫോളോയിങ് ഉണ്ട്. അദ്ദേഹം എഴുതും, പുസ്തകം ഇറക്കും, നല്ല രസകരമായിട്ട് സംസാരിക്കും, രസകരമായിട്ട് പുസ്തകം എഴുതും. അതുകൊണ്ട് നിറയെ ഫാൻസ് ഉണ്ട്. അപ്പോൾ അവർ കുറേ ദിവസങ്ങളായിട്ട് നടന്നൊരു പ്രധാനപ്പെട്ട ചർച്ച അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണ്, സിവിൽ സർവീസ് വിട്ട് എന്നതായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം അദ്ദേഹം മാധ്യമങ്ങളോട് വന്നിട്ട് വളരെ കൃത്യമായിട്ട് അദ്ദേഹം കാര്യം പറഞ്ഞു. ഞാൻ രാഷ്ട്രീയത്തിലേക്കൊന്നും വരുന്നില്ല. രാഷ്ട്രീയത്തെക്കാൾ പ്രധാനപ്പെട്ട പരിപാടിയിലാണ് ഞാനുള്ളത്. ഞാൻ വളരെയേറെ കഷ്ടപ്പെട്ട് പഠിച്ച് നേടിയൊരു ജോലിയാണ്. ഞാൻ വളരെ സന്തോഷത്തോടെ ചെയ്യുന്നൊരു ജോലിയാണിത്. അതുകൊണ്ട് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് പോവുകയില്ല എന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം വളരെ അർത്ഥസംഖ്യക്കിടയില്ലാത്ത വിധം പറഞ്ഞു. അവിടെയാണ് നമ്മുടെ പ്രശ്നം കിടക്കുന്നത്. അതായത് അദ്ദേഹം രാഷ്ട്രീയത്തേക്കില്ല, ഞാൻ സിവിൽ സർവീസ് ജോലിയാണ് ചെയ്യുന്നത്, ഞാൻ ഈ IAS കാരനായിട്ട് തുടരുകയാണ് ചെയ്യുക എന്ന് അദ്ദേഹം തീരുമാനിക്കുകയാണെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് രാഷ്ട്രീയക്കാരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന ഒരു കാര്യമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ റൂൾ ബുക്കാണ്. നമ്മൾ മനസ്സിലാക്കുന്നത് രാഷ്ട്രീയക്കാർക്ക് അവരുടെ റൂൾ ബുക്ക് വളരെ വിശാലമായതാണ്. അവർക്കും റൂൾ ബുക്ക് ഉണ്ട്, പക്ഷേ വളരെ വിശാലമായതാണ്. അവർക്ക് എവിടെ വേണമെങ്കിലും പറയാം, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാം, ആര് നേരം വേണമെങ്കിലും ഗ്വാ വിളിക്കാം, എന്ത് എതിർപ്പ് നടത്താം, എന്തും ചെയ്യാം. പക്ഷേ സിവിൽ സർവീസുകാർ അത് വളരെ കൃത്യമായിട്ട് കണിശമായിട്ട് ഒരു വരക്കകത്ത് നിൽക്കുന്ന പരിപാടിയാണ്. അത് ബ്രിട്ടീഷുകാരുടെ കാലത്തും ഈ സിവിൽ സർവീസ് എന്ന് പറയുന്ന ഏർപ്പാടുണ്ടായ കാലത്ത് തന്നെ മുതൽ അങ്ങനെയാണ്. അവർക്ക് വ്യക്തിപരമായിട്ടുള്ള അനിഷ്ടങ്ങൾ ഉണ്ടാകാം, രാഷ്ട്രീയക്കാരുടെ ബുദ്ധിമുട്ടുണ്ടാകാം, പക്ഷേ അവർക്ക് കൃത്യമായിട്ട് റൂൾ ബുക്കിനകത്ത് നിന്ന് വളരെ ചിട്ടവട്ടങ്ങൾക്കകത്ത് കൂടിയേ പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്ന നിശ്ചിതമായിട്ടുള്ള ശാസനകളുണ്ട്. അതാണ് സിവിൽ സർവീസുകാരനാക്കുന്നത്, സിവിൽ സർവീസുകാരനെ രാഷ്ട്രീയക്കാരന് വ്യത്യസ്തനാക്കുന്നത്. ഇവിടെ നമ്മൾ പുറത്തു നിന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഗ്രീവൻസസിൽ ഏതാണ് ശരി തെറ്റ് എന്ന് നമുക്കറിയില്ല. നിശ്ചയമായിട്ടും എനിക്കറിയില്ല. അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ ജയതിലകാണോ കുഴപ്പക്കാർ, ചീഫ് സെക്രട്ടറി ആണോ കുഴപ്പക്കാരി, ഇദ്ദേഹം തന്നെയാണോ കുഴപ്പക്കാരൻ, ഈ കാര്യത്തിൽ ഖണ്ഡിതമായിട്ട് നമുക്ക് വിശദാംശങ്ങളെക്കുറിച്ച് അറിയില്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹം ഈ ചെയ്യുന്ന കാര്യം, പരസ്യമായിട്ട് നടത്തുന്ന ഈ ഫേസ്ബുക്ക് പോസ്റ്റുകളും എതിർപ്പുകളും അദ്ദേഹത്തിൻ്റെ പദവിയിലിരിക്കുന്ന ആൾ ചെയ്യാൻ പാടില്ലാത്തതാണ്, ഇതുവരെ ചെയ്ത് കണ്ടിട്ടില്ലാത്തതാണ് എന്ന തോന്നലാണ് എനിക്ക് വളരെ വ്യക്തമായിട്ട് വരുന്നത്. ഒറ്റ കാര്യം കൂടെ ഞാൻ പറയാം. ഇദ്ദേഹം മുമ്പ് കോഴിക്കോട് കളക്ടറായിരിക്കെ അദ്ദേഹം എന്തോ ഒരു വിഷയത്തിൽ MK രാഘവനുമായിട്ട് തെറ്റി. എനിക്ക് ആ വിഷയം ഇപ്പോൾ ഓർമ്മയില്ല. MK രാഘവനുമായിട്ട് തെറ്റി. MK രാഘവൻ പരസ്യമായിട്ട് പറഞ്ഞു ഇദ്ദേഹം N പ്രശാന്ത് മാപ്പ് പറയണം എന്ന് പറഞ്ഞു. എന്തോ രാഷ്ട്രീയ പ്രശ്നമായിട്ടാണ് അതിനകത്ത് N പ്രശാന്ത് മാപ്പ് പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ സംഭവിച്ചെന്നറിയോ? പ്രശാന്ത് ജില്ലാ കളക്ടർ പദവിയിലിരിക്കുന്ന N പ്രശാന്ത് എന്ന് പറയുന്ന ഈ IAS കാരൻ മുസൂറിയിൽ പോയി പഠിച്ച് ഈ ചിട്ടവട്ടങ്ങളെല്ലാം ശരിയാക്കി വന്നിരിക്കുന്ന ഇദ്ദേഹം ഒരു കുന്നംകുളത്തിൻ്റെ മാപ്പ് എടുത്തിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. എന്തൊരു അപക്വമായിട്ട് പരിപാടിയാണെന്ന് ആലോചിച്ച് നോക്കൂ. അതിനകത്ത് 2-3 കാര്യങ്ങൾ എൻ്റെ ധാരണ 2-3 കാര്യങ്ങൾ. ഒന്ന്, രാഷ്ട്രീയക്കാരോടുള്ള പുച്ഛം. 2, ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറും എന്ന ധാർഷ്ട്യം. അത് പാടില്ല. അത് രാഷ്ട്രീയക്കാരോടുള്ള ഒരുതരം രാഷ്ട്രീയക്കാർ കുറച്ച് കുറഞ്ഞ ആളുകളാണ്. ഈ ഞാൻ ആദ്യം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ബൈറ്റിൽ മാധ്യമങ്ങളോട് സംസാരത്തിൽ MP MLA ഒക്കെ മോശമാണെന്ന് ഞാൻ പറയുന്നില്ല എന്ന് അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിലിരിപ്പ് ഈ രാഷ്ട്രീയക്കാരെയൊക്കെ ഒരല്പം അങ്ങ് പുച്ഛിച്ച് കളയാം എന്ന തോന്നലാണെന്ന് എനിക്ക് MK രാഘവൻ്റെ ആ കേസ് തൊട്ട് തോന്നലുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഇപ്പോഴത്തെ കേസുകളിൽ ഇദ്ദേഹത്തിൻ്റെ പൊസിഷൻ എന്താണ്, അദ്ദേഹമാണോ ശരി, അദ്ദേഹമാണോ തെറ്റെന്ന് എനിക്കറിയില്ലെങ്കിൽ പോലും ഇദ്ദേഹം ഈ നടത്തുന്ന ഈ തമാശ കളികൾ, ഫേസ്ബുക്കിലൊക്കെയുള്ള ഈ കളികൾ അതിര് കടന്നതാണ്. അതൊന്നും ചെയ്യാനുള്ള പദവിയല്ല സിവിൽ സർവീസുകാരുടെ പദവി. ഈ ചിട്ടവട്ടങ്ങൾക്കകത്ത് തന്നെ നിന്നിട്ട് വേണം കാര്യങ്ങൾ കൊണ്ടുപോകാൻ എന്നാണ് ഞാൻ പറയുക. അല്ല, അദ്ദേഹത്തിന് നേരത്തെ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതുപോലെ തന്നെ മറ്റൊരു IAS ഉദ്യോഗസ്ഥയുടെ കാര്യം ചർച്ച ചെയ്തതുകൊണ്ട് അതിനോട് ചേർത്ത് വെച്ച് ഇത് പറഞ്ഞു പോയാൽ സ്വാഭാവികം ഈ സോഷ്യൽ മീഡിയയുടെ ഒരു സാധ്യതയുണ്ടല്ലോ, അത് അദ്ദേഹം വളരെ നന്നായി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ആ നിലയ്ക്ക് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്, ഒരു സിവിൽ സർവൻറ്റിന് എത്തിപ്പിടിക്കാവുന്ന പരമാവധി ജനകീയത അദ്ദേഹം എത്തിപ്പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. 2-2.5 ലക്ഷം പേരുടെ ഫാൻ, അങ്ങനെയുള്ള ഒരു കുറേ ആളുകൾ ഫോളോ ചെയ്യുന്ന ഒരു പ്രൊഫൈൽ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം എന്ത് പറഞ്ഞാൽ
പറഞ്ഞു കഴിഞ്ഞാലും അത് വിശ്വസിക്കാൻ തയ്യാറായിരിക്കുന്ന വലിയൊരു വിഭാഗമുണ്ട്. മാത്രമല്ല ഈ വിഷയത്തിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഈ പറയുന്ന ജനപിന്തുണ ഒരു സാധ്യതയാണ്. പിന്നെ ഈ നിയമപരിരക്ഷയും മുൻ നേട്ടങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വിശ്വാസവും പിന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നടപടിക്രമങ്ങളിൽ അദ്ദേഹത്തിന് അനീതി നേരിട്ടിട്ടുണ്ടെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു തോന്നലും, ഇതെല്ലാം അദ്ദേഹത്തിന് കൂടുതൽ കരുത്ത് പകരുന്നുണ്ടാവാം പരസ്യമായി പറയാൻ. സനീഷ് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് അതിനകത്തുള്ള ഒരു പ്രശ്നം. ആദ്യത്തെ പ്രതികരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ തുടങ്ങിയ ഘട്ടത്തിൽ ഇപ്പം നമുക്ക് എല്ലാവർക്കും തോന്നിയാണ്. കാരണം ആദ്യം ഈ കെ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന IAS ഉദ്യോഗസ്ഥൻ ഹിന്ദുക്കളുടെ വാട്സാപ്പ് ഗ്രൂപ്പ്, ഉദ്യോഗസ്ഥരുടെ വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി കുഴപ്പം കാണിച്ച ആൾ തന്നെയാണ് അവിടെ നിന്നുകൊണ്ട് വേണം. അപ്പോൾ അതിനുശേഷം വരുന്ന ആദ്യ പ്രതികരണത്തിൽ തന്നെ പ്രശാന്തിൻ്റെ ഒരു പ്രതികരണം എന്ന് പറയുന്നത് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന മട്ടിലാണ്. അപ്പോൾ അതായത് ആദ്യം തന്നെ രാഷ്ട്രീയത്തോടുള്ള പരിഹാസം വരുന്നു, അതിൽ വിമർശനം ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ഇത്തവണ ഞാൻ രാഷ്ട്രീയക്കാരെ പരിഹസിക്കല്ല കേട്ടോ എന്നുള്ള ജാമ്യം അദ്ദേഹം എടുത്തത്. എന്തായാലും അദ്ദേഹത്തിന് നീതി കിട്ടട്ടെ. പക്ഷേ ആളുകൾക്ക് അദ്ദേഹത്തോട് എന്താണ് ഈ വഷളല്ലാത്ത വിധത്തിൽ അദ്ദേഹത്തിന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും കഴിയട്ടെ എന്ന് തന്നെ നമുക്ക് കരുതാം. ഒരു ബ്യൂറോക്രാറ്റിന് എത്രമാത്രം അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, എത്രത്തോളം അവർക്ക് പറയാതിരിക്കാം എന്നെല്ലാം ഇന്നലെയും RDX ചർച്ച ചെയ്തതായിരുന്നു. സഹപ്രവർത്തകൻ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം ഈ ജോലി ഒഴിവാക്കി പോകുമ്പോൾ എഴുതിയ ഒരു കുറിപ്പാണല്ലോ ദിവ്യ എസ് അയ്യരുടേത്. വെറും യാത്രയപ്പ് പോസ്റ്റ്. ഇന്നലെ പക്ഷേ എത്ര വലിയ കോലാഹലമാണ് അത് ഉണ്ടാക്കിയത് എന്നത് RDXനെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. അതിലെല്ലാം എത്രയോ വലുതാണ് IASകാരുടെ അധികാര ഇടനാഴിയിലെ വിഴുപ്പുകളുടെ ഈ വഴിയിലിട്ട് അലക്കൽ എന്നൊന്ന് ഓർത്തു നോക്ക്. അതെത്ര കുറഞ്ഞ വെയിറ്റേജ് കൊടുത്താണ് കേരളം ചർച്ച ചെയ്തത്. സസ്പെൻഷനിലാണെങ്കിലും പ്രശാന്ത് പെരുമാറ്റച്ചട്ടങ്ങളെല്ലാം ബാധകമായ ഉത്തരവാദിത്തമുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. എന്തിൻ്റെ പേരിലായാലും ഈ നടക്കുന്നത് അതിര് കടന്ന പടയാണെന്നാണ് RDXന്റെ അഭിപ്രായം.